നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേൽ നടത്തുന്ന ക്രൂരകൃത്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ. ഇതിനെതിരെ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിലിൽ പ്രമേയവും പാസാക്കി. ഇസ്രയേൽ ഭരണകൂടം വംശഹത്യ തടയണമെന്നും പ്രദേശത്തെ നിയമവിരുദ്ധ ഉപരോധം പിൻവലിക്കണമെന്നും കൗൺസിൽ ആവശ്യപ്പെട്ടു. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷന്റെ ഭൂരിഭാഗം അംഗങ്ങളും മുന്നോട്ടുവച്ച പ്രമേയം വൻ ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കപ്പെടുകയും ചെയ്തു. കൗൺസിലിലെ 47 അംഗങ്ങളിൽ 27 പേർ പ്രമേയത്തെ അനുകൂലിച്ചും 4 പേർ എതിർത്തും 16 പേർ വിട്ടുനിൽക്കുകയും ചെയ്തതോടെ പ്രമേയം പാസായി. ഇസ്രയേലിന്റെ വെടിനിർത്തൽ കരാർ ലംഘനത്തെ അപലപിച്ചായിരുന്നു പ്രമേയം പാസാക്കിയത്. അതുമാത്രമല്ല, വംശഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഇസ്രയേലി ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകളും കടുത്ത വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഗാസയിൽ തടസ്സങ്ങളില്ലാതെ മാനുഷിക സഹായം നൽകണമെന്നും അടിസ്ഥാന ആവശ്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. യുദ്ധായുധമായി സാധാരണക്കാരുടെ പട്ടിണി ഉപയോഗിക്കുന്നതിനെയും പ്രമേയം എടുത്തു പറഞ്ഞു. യുദ്ധത്തിന്റെ ഒരു മാർഗമായി സിവിലിയന്മാരെ പട്ടിണിയിലാക്കുന്നതിനെ പ്രമേയം വിമർശിക്കുകയും ഗാസ മുനമ്പിൽ നിന്ന് പലസ്തീനികളെ നിർബന്ധിതമായി മാറ്റുന്നത് തടയാൻ എല്ലാ രാജ്യങ്ങളോടും അടിയന്തര നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇസ്രയേലിനുള്ള ആയുധ വിൽപ്പന നിർത്തിവെക്കാനും ഗാസയിൽ നിന്ന് പലസ്തീനികളെ ബലപ്രയോഗത്തിലൂടെ മാറ്റുന്നത് തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കാനും പ്രമേയം എല്ലാ രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിരുന്നു. ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ നടന്ന പ്രധാന അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രോസിക്യൂഷനുകൾ തയ്യാറാക്കുന്നതിനായി ഒരു പുതിയ അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും പ്രമേയം UN പൊതുസഭയോട് ആവശ്യപ്പെട്ടു. അതേസമയം പക്ഷപാതം ആരോപിച്ച് ഇസ്രയേൽ കൗൺസിലിനെ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. മാർച്ച് 18-ന് ഇസ്രയേൽ സൈന്യം ഗാസ മുനമ്പിൽ ഒരു അപ്രതീക്ഷിത വ്യോമാക്രമണം നടത്തിയിരുന്നു. 1000-ലധികം പേർ കൊല്ലപ്പെടുകയും 2000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറും പലസ്തീൻ തടവുകാർക്ക് പകരം ഇസ്രയേലി തടവുകാരെ കൈമാറുന്നതിനുള്ള കരാറും ഇതോടെ ഇസ്രയേൽ തകർത്തു. ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 2023 ഒക്ടോബർ 7 മുതൽ ഗാസയിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ക്രൂരമായ ആക്രമണത്തിൽ ഇതുവരെ 50,300-ലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇവരിൽ തന്നെ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് എന്ന് പറയുന്നു. കൂടാതെ 1,14,500-ലധികം പേർക്ക് പരിക്കേറ്റതായും കണക്കുകൾ പറയുന്നു. എന്നിട്ടും ഇതുവരെ കരാറുകൾ അംഗീകരിക്കാനോ നിലവിലുള്ള വ്യവസ്ഥകൾ പാലിക്കാനോ അന്താരാഷ്ട്ര നിയമങ്ങൾ നടപ്പിലാക്കാനോ ഇസ്രയേൽ തയ്യാറായില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം ഗുരുതരമായ തെറ്റാണ്. അതുകൊണ്ടുതന്നെ ഇസ്രയേലിന് കൂച്ചുവിലങ്ങിടണമെന്നാണ് ഹംഗറിയോട് ICC ആവശ്യപ്പെട്ടിട്ടുള്ളത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്ന് ഹംഗറി പിന്മാറുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹംഗറി സന്ദർശനത്തിനായി തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ എത്തിയതിന് പിന്നാലെയാണ് ICCയിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങുന്നതായി ഹംഗേറിയൻ സർക്കാർ അറിയിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടോടെ ICCയിൽ നിന്ന് പിന്മാറാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി വിക്ടർ ഓർബന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ഗർഗലി ഗുല്യാസ് അറിയിച്ചു. ICCയിൽ അംഗമായ ഏത് രാജ്യത്ത് പ്രവേശിക്കപ്പെട്ടാലും നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാം എന്നാണ് നിയമം. ഈ നിയമം പ്രാബല്യത്തിൽ നിൽക്കവെയാണ് നെതന്യാഹു ഹംഗറിയിൽ സന്ദർശനത്തിന് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ICCയുടെ അറസ്റ്റ് വാറന്റ് പുറത്തുവന്ന് ഒരു ദിവസം പിന്നിടുന്നതിന് മുമ്പ് തന്നെ ഹംഗറിയിലെ തീവ്ര വലതുപക്ഷ പ്രധാനമന്ത്രിയായ ഓർബൻ നെതന്യാഹുവിനെ രാജ്യത്തേക്ക് ക്ഷണിച്ചിരുന്നു. ഇസ്രയേലിന്റെ പ്രധാന സഖ്യകക്ഷിയായ ഹംഗറി യൂറോപ്യൻ യൂണിയനിലും അംഗമാണ്. EU ഇസ്രയേലിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ പലപ്പോഴും നെതന്യാഹു സർക്കാരിനെ പിന്തുണച്ചിരുന്ന രാജ്യമാണ് ഹംഗറി. ഫെബ്രുവരിയിൽ ICC പ്രോസിക്യൂട്ടർ കരീം ഖാനെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ തന്നെ ICCയിൽ നിന്ന് പുറത്തുപോകാനുള്ള സാധ്യത ഹംഗറി അറിയിച്ചിരുന്നു. US ഉപരോധങ്ങൾക്ക് വിധേയമായ ഒരു അന്താരാഷ്ട്ര സംഘടനയിൽ ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഹംഗറി അവലോകനം ചെയ്യേണ്ട സമയമാണ് ഇത്. ഓർബൻ അന്ന് എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്. ഇതേസമയം അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച നെതന്യാഹു ഹംഗറി സന്ദർശിക്കാൻ പോകുന്നുവെന്ന തീരുമാനത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ഹേഗ് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ കക്ഷികൾ, കോടതിയുടെ വക്താവ് ഫാദിയൻ അബ്ദുള്ള നിയമപരമായ തീരുമാനങ്ങൾ അങ്ങനെ വ്യക്തിപരമായി ആർക്കും തീരുമാനിക്കാൻ പറ്റില്ലെന്ന് ഏപ്രിൽ 2-ന് നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിലുള്ള രാജ്യങ്ങൾ കോടതിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്ന് വക്താവ് പറയുന്നു. കോടതിയുടെ ജുഡീഷ്യൽ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഏതൊരു ക്രമക്കേടും കോടതിയുടെ തീരുമാനത്തിലൂടെ മാത്രമായിരിക്കും പരിഹരിക്കപ്പെടുകയെന്നും അബ്ദുള്ള പറഞ്ഞിരുന്നു. ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബന്റെ ക്ഷണപ്രകാരം 4 ദിവസത്തെ യാത്രയ്ക്കായി നെതന്യാഹു ഏപ്രിൽ 2-ന് വൈകുന്നേരം ബുഡാപെസ്റ്റിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. ഗാസയിലെ വംശഹത്യാ യുദ്ധത്തിൽ പട്ടിണിയെ യുദ്ധമാർഗമായി ഉപയോഗിച്ചതിനും
മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ, ഉന്മൂലനം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ എന്നിവ ചെയ്തതിനും നെതന്യാഹുവിനെതിരെ ഔദ്യോഗികമായി കുറ്റം ചുമത്തിയിട്ടും തീവ്ര വലതുപക്ഷ ഹംഗേറിയൻ നേതാവ് തന്റെ ഇസ്രയേലി എതിരാളിയെ ക്ഷണിച്ചു എന്നതാണ് കാര്യം. 2024 നവംബർ 21 യുദ്ധക്കുറ്റകൃത്യങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ചുമത്തി നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിലെ മുൻ യുദ്ധമന്ത്രി യോവ് ഗാലന്റിനുമെതിരെയാണ് ICC അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നത്. ഗാസയിലെ സാധാരണക്കാരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഭക്ഷണം, വെള്ളം, മരുന്ന്, മെഡിക്കൽ സപ്ലൈസ്, ഇന്ധനം, വൈദ്യുതി എന്നിവയുൾപ്പെടെയുള്ള വസ്തുക്കൾ നെതന്യാഹുവും ഗാലന്റും മനഃപൂർവ്വം നിഷേധിക്കുകയായിരുന്നുവെന്ന് വിലയിരുത്തിയ ശേഷമാണ് വാറന്റ് പുറപ്പെടുവിച്ചത്. ICCയിലെ അംഗരാജ്യമെന്ന നിലയിൽ യൂറോപ്യൻ രാജ്യത്തെത്തുമ്പോൾ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ എത്തിക്കാൻ ഹംഗറി ബാധ്യസ്ഥമാണെന്നും ICC പറയുന്നു. കോടതിയുടെ വിധികളോട് വിയോജിക്കുന്നുവെങ്കിൽ കോടതിയുമായി കൂടിയാലോചിപ്പിക്കാമെന്നും പറഞ്ഞു. ICCയിൽ അംഗമായ ഏത് രാജ്യത്ത് പ്രവേശിക്കപ്പെട്ടാലും നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാം എന്നാണ് നിയമം. ഈ നിയമം പ്രാബല്യത്തിൽ നിൽക്കവെയാണ് നെതന്യാഹു ഹംഗറിയിൽ ഇപ്പോൾ സന്ദർശനത്തിന് എത്തിയിട്ടുള്ളത്. ICCയുടെ അറസ്റ്റ് വാറന്റ് പുറത്തുവന്ന ഒരു ദിവസം പിന്നിടുന്നതിന് മുമ്പ് തന്നെ ഹംഗറിയിലെ തീവ്ര വലതുപക്ഷ പ്രധാനമന്ത്രിയായ ഓർബൻ നെതന്യാഹുവിനെ ക്ഷണിച്ചിരുന്നതാണ്. അതേസമയം ഈ ആഴ്ച ഹംഗറി ICCയിൽ നിന്ന് പിന്മാറിയേക്കാമെന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് ICC വിചാരണ നേരിടണമെന്ന് യൂറോപ്യൻ ഗ്രീൻ പാർട്ടിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധക്കുറ്റകൃത്യങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും നേരെയുള്ള ഇസ്രയേലിന്റെ നടപടി പുറത്തുവരണമെന്നും അന്താരാഷ്ട്ര നിയമം നടപ്പിലാക്കണമെന്നും യൂറോപ്യൻ യൂണിയനും ദേശീയ ഗവൺമെന്റുകൾക്കും അതിനുള്ള കടമകൾ ഉണ്ട് എന്നും പാർട്ടി സഹ അധ്യക്ഷ സിയാരൻ കഫെ പറഞ്ഞിരുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെയുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് അവഗണിച്ചുകൊണ്ട് വിക്ടർ ഓർബൻ ഹംഗറിയിൽ നെതന്യാഹുവിനെ ക്ഷണിച്ചതിൽ നിന്നു തന്നെ അന്താരാഷ്ട്ര വേദിയിലെ നിയമവാഴ്ചയോട് കാണിക്കുന്ന പ്രാധാന്യം എത്രത്തോളമാണെന്ന് വ്യക്തമാണെന്നും കഫെ പറയുന്നു. ഓർബൻ എന്തായാലും സുഹൃത്തിനെ ഒറ്റിക്കൊടുക്കാൻ സാധ്യതയില്ല. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ സ്ഥാപക അംഗങ്ങളിൽപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് ഹംഗറി. ICCയുടെ സ്ഥാപക അംഗം എന്ന നിലയിൽ കോടതിയുടെ വാറന്റിന് വിധേയമായി ആരെയും അറസ്റ്റ് ചെയ്ത് കൈമാറാൻ ഹംഗറി ബാധ്യസ്ഥരാണ്. എന്നാൽ നെതന്യാഹുവിനെതിരായ വാറന്റ് ധിക്കാരവും അസ്വീകാര്യവുമാണെന്നും ഹംഗറി അത് പാലിക്കില്ലെന്നും ഓർബൻ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. 1999 ഹംഗറി ICCയുടെ സ്ഥാപക രേഖയിൽ ഒപ്പുവെച്ചത്. 2001 അത് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ICCയുടെ നിയമം ഒരിക്കലും ഹംഗേറിയൻ നിയമത്തിന്റെ ഭാഗമായിട്ടില്ല എന്നും അതിനാൽ കോടതിയുടെ ഒരു നടപടിയും ഹംഗറിക്കുള്ളിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുമാണ് ഇപ്പോൾ ഹംഗേറിയൻ സർക്കാർ പറയുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.